ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിർണായക വഴിത്തിരിവ്. അറസ്റ്റിലായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവര്. 41-ാം ദിവസം തന്ത്രിക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു കൊല്ലം വിജിലൻസ് കോടതി. ജാമ്യം അനുവദിച്ചതായിരുന്നില്ല യഥാർത്ഥ പ്രശ്നം. ജാമ്യം അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ ചെയ്യുമായിരുന്നു. അതിൻ്റെ വഴിക്ക് നിയമത്തിൻ്റെ വഴിക്ക് പോകുമായിരുന്നു. പക്ഷേ SIT നൽകിയ റിപ്പോർട്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിജിലൻസ് കോടതിക്ക് നൽകിയ റിപ്പോർട്ട്, എന്തുകൊണ്ട് തന്ത്രിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് നൽകിയ റിപ്പോർട്ടുണ്ട്, അന്വേഷണ റിപ്പോർട്ട്. ആ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞു വിജിലൻസ് കോടതി. തള്ളിക്കളയുക മാത്രമല്ല, തെളിവിൻ്റെ കണിക പോലുമില്ല തന്ത്രിക്കെതിരെ എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകാറില്ല സാധാരണ കോടതികൾ. പക്ഷേ ഇവിടെ കേസിൻ്റെ മെറിറ്റിലേക്ക് പോയി. കേസ് തന്നെ ഇല്ല, തന്ത്രിക്കെതിരെ ഒരു തെളിവ് പോലുമില്ല എന്ന് പറഞ്ഞു വെച്ചു വിജിലൻസ് കോടതി. എന്ന് വെച്ചാൽ SITയുടെ അസ്തിത്വത്തെ തന്നെ, SIT ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുന്ന പരാമർശങ്ങൾ വിജിലൻസ് കോടതിയുടെ നിരീക്ഷണത്തിൽ ഉത്തരവിൽ വരികയും ചെയ്തു. അത് SITക്ക് വലിയ ക്ഷീണമായി. BJPയും സംഘപരിവാർ സംഘടനകളും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. UDF അത് ഏറ്റെടുക്കുകയും ചെയ്തു. വിജിലൻസ് കോടതിയുടെ പരാമർശം, തന്ത്രിക്ക് ജാമ്യം നൽകിക്കൊണ്ട് നടത്തിയ പരാമർശം, തന്ത്രിക്കെതിരെ തെളിവില്ല, പിന്നെ എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്? തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് CPMന്റെ സർക്കാരിൻ്റെ ഉന്നതരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കേസ് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയ ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നു. പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്തു നിന്ന്, അതോടൊപ്പം തന്നെ UDFന്റെ ഭാഗത്തു നിന്നും. BJP നേതാക്കൾ ഒരു പടി കടന്ന് തന്ത്രിയെ വീട്ടിൽ പോയി കാണുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. തന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് BJPയുടെ സംസ്ഥാന നേതാക്കൾ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ ചർച്ചയായി. സ്വർണ്ണക്കവർച്ച കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന രൂപത്തിൽ ഒരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് SITയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ SIT വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഹൈക്കോടതി തീരുമാനമെടുത്തു തന്ത്രിക്ക് നോട്ടീസ് അയക്കാൻ, അതോടൊപ്പം തന്നെ വിജിലൻസ് കോടതി നടത്തിയ പരാമർശങ്ങൾ സ്റ്റേ ചെയ്യാൻ. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്ത്രിക്ക് ജാമ്യം കിട്ടിയതോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് മറ്റൊരു വിഷയമാണ് എന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ കോടതി നൽകിയ റിപ്പോർട്ടുണ്ട്, SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് തന്ത്രിക്കെതിരെ കേസിൻ്റെ കണിക പോലുമില്ല എന്ന പരാമർശം, അത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് SIT. അതുകൊണ്ട് തന്നെയാണ് SIT ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ SITക്ക് അനുകൂലമായ വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് തന്ത്രിക്ക് വലിയ തിരിച്ചടിയാണ്. തന്ത്രിക്ക് മാത്രമല്ല തിരിച്ചടി, തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത് ആഘോഷമാക്കുകയും തന്ത്രിക്ക് പിന്തുണ അറിയിച്ച് രംഗത്ത് വരികയും ചെയ്ത BJPക്കും UDFനും ഏറ്റ വലിയ തിരിച്ചടിയാണ്. ഹൈക്കോടതിക്ക് മുമ്പാകെ പുതിയ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. തന്ത്രിയുടെ ഇൻവോൾവ്മെന്റ്, തന്ത്രിയുടെ പങ്കാളിത്തം കേസിൽ എന്തൊക്കെ എന്ന് പരാമർശിച്ചുകൊണ്ടാണ് അതിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള സംഭാഷണമാണ്, ഫോൺ സംഭാഷണമാണ്. കോടതിക്ക് ശബ്ദരേഖ തന്നെ കൈമാറി ഹൈക്കോടതി. എന്ന് വെച്ചാൽ പോറ്റിയും തന്ത്രിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. പോറ്റിയും തന്ത്രിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയാണ് സ്വർണ്ണപ്പാളികൾ വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത്. നേരത്തെ സ്വർണം പൂശിയതായിരുന്നു ദ്വാരകപാലക ശില്പങ്ങളും കട്ടിളപ്പാളിയും എന്ന് അറിയാമായിരുന്ന തന്ത്രി വീണ്ടും അത് ചെമ്പ് തകിടാണ് എന്ന് രേഖപ്പെടുത്തി സ്വർണം പൂശാൻ ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡിനോട്. അതിന് തുടക്കം കുറിച്ചത് തന്ത്രിയുടെ കത്തായിരുന്നു. അതിനു മുമ്പ് തന്നെ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം തെളിയിക്കുന്ന രേഖകളാണ് ഹൈക്കോടതിക്ക് സമർപ്പിച്ചത് അന്വേഷണ സംഘം. ആ തെളിവുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തന്ത്രിക്ക് നോട്ടീസ് അയക്കാനും വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ സ്റ്റേ ചെയ്യാനും ഇപ്പോൾ ഹൈക്കോടതി തീരുമാനിച്ചത്. അതോടൊപ്പം SIT കൊടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട തെളിവുണ്ട്. ദൈവഭക്തൻ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തൻ, അയ്യപ്പൻ്റെ തന്ത്രി എന്നൊക്കെ പറയാൻ കഴിയുന്ന കണ്ഠരര് രാജീവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ആ ഫോണിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ ഭക്തിക്ക് നിരക്കുന്നതല്ല എന്നാണ് SIT കണ്ടെത്തിയത്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും കൂടി നൽകിയിട്ടുണ്ട്. എന്താണ് ഫോണിൽ ഭക്തിക്ക് നിരക്കാത്ത ദൃശ്യങ്ങൾ എന്നത് വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് നമുക്കറിയാം. അത്
വലിയ ചർച്ചയായി മാറാനും സാധ്യതയുണ്ട്. അയ്യപ്പനെ വിറ്റ് കാശാക്കുന്ന തന്ത്രിയെ പോലുള്ളവരുടെ സ്വഭാവം എന്താണ് എന്നുകൂടി വിശദമാക്കുന്നതാണോ അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുന്നതാണോ ഈ ഫോണിൽ നിന്ന് SITക്ക് ലഭിച്ച ദൃശ്യങ്ങൾ എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും കോടതി അക്കാര്യങ്ങളും പരിശോധിക്കും. തന്ത്രി എന്താണ്, തന്ത്രി ആരാണ് എന്ന് വെളിപ്പെടുന്നതാണ് പുതിയ തെളിവുകളും അതോടൊപ്പം തന്നെ ഫോണിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളും എന്നാണ് SIT പറയുന്നത്. കോടതി അത് സംബന്ധിച്ച് ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. വിചാരണ വേളയിൽ അക്കാര്യങ്ങൾ കൂടി പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല. ശബരിമല അയ്യപ്പനെ വിറ്റ് കാശാക്കാൻ ശ്രമിച്ച തന്ത്രി, പോറ്റി, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും എതിരെ ഇതാ പുതിയ തെളിവുകളാണ് SIT നിരത്തിയിരിക്കുന്നത്. തന്ത്രിയെ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത SIT നിലപാട് അത് സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് സർക്കാരിനെതിരെ വലിയ ആരോപണം ഉയർത്തി പ്രചാരണം സംഘടിപ്പിക്കാൻ ശ്രമിച്ച BJPക്കും UDFനും ഇതാ വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്.